ഹായ്, അപ്പോൾ ഇന്ന് ഞങ്ങളുള്ളത് നക്ഷത്ര തടാകത്തിലാണ്, നമ്മുടെ മലയാറ്റൂർ. ഡേറ്റ് കാര്യങ്ങൾ ഇടാനുള്ള ടൈം ആയിട്ടില്ല. ഞങ്ങൾ തിരക്ക് കുറയാൻ വേണ്ടിയിട്ട് നേരത്തെ വന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ എൻ്റെ കൂടെ നൂറിയുണ്ട്, ഇഷായുണ്ട്, തസ്നിയുണ്ട്. നമുക്ക് നേരെ ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. പോവാ. ഓക്കെ. ഇത് ഫുള്ള് ഇനി രാത്രിയാകുമ്പോൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ എൻട്രൻസ് ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ നല്ല അടിപൊളി ഭംഗിയായിരിക്കും. അത് നമുക്ക് ലൈറ്റൊക്കെ വീണിട്ട് കാണാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ പാർക്കിൻ്റെ ഏരിയയിലേക്ക് കയറാം. കയറി വരുമ്പോൾ തന്നെ ഇവിടെ അടിപൊളിയായിട്ടൊരു ചിമ്പാൻസി ഇരിക്കുന്നുണ്ട്. അതായത് ബുള്ളറ്റ് ഓടിക്കുന്ന ചിമ്പാൻസി. റൈഡുകളും കാര്യങ്ങളൊക്കെ അത് ആക്റ്റീവായിട്ട് വന്നേ ഉള്ളൂ. അതിനുള്ള ടൈം ആയിട്ടില്ല. നമ്മൾ കുറച്ച് നേരത്തെ ആയിപ്പോയി എത്തിയേക്കുന്നത്. അപ്പോൾ ഞങ്ങളിത് നേരത്തെ വന്നുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ ഇവിടുത്തെ പാർക്കിനകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. ചെറുതല്ല കേട്ടോ, അത്യാവശ്യം കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പാർക്ക്. അപ്പോൾ ഞങ്ങളിത് ഈ പാർക്കിൽ ഫുള്ള് കറങ്ങിയിട്ട് ഇനി നേരെ പപ്പാനിയുടെ അടുത്തേക്ക് പോട്ടെ. അതെന്താ നിനക്ക് പപ്പാനീനെ കാണണ്ടാത്ത? ഇതിൽ കയറാനാ? അത് ഓണായിട്ടില്ല, അത് ഓണാവട്ടെ. ആ പിള്ളേരൊക്കെ കയറണുള്ളൂ. ഇതാണ് കേട്ടോ മലയാറ്റൂർ കാർണിവലിലെ പപ്പാനി. 72 അടി ഉണ്ടെന്നാണ് കേട്ടോ. 72 അടിയുടെ വലിയ പപ്പാനി. ആയിടുത്തേ ആരത്? പപ്പാനി. അത് അടർന്നു. അയ്യോ ശരിയാണല്ലോ, അടർന്നു ഇതാണുള്ളത്. നീ എന്ത് റൈഡിൽ കയറാൻ പോവാ? ഇതിനകത്താ? ഇതിപ്പോ കൊന്നേനല്ല പിടിച്ചിരുന്നോ? ഇപ്പം നമ്മളിതേ കയറിയത് ഈ ഒരു റൈഡിലാണ് കേട്ടോ. അതുപോലെ ഇവിടെ കുറേ റൈഡുകൾ, തൊട്ടിയാട്ടം, വഞ്ചി സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. ഒരു മണപ്പുറത്തിൻ്റെ ആ ഒരു ഫീൽ തന്നെ ഫുള്ള്. മലയാറ്റൂർ നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേരുന്ന അഞ്ചാം വാർഡ് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന് 17 വാർഡ് ശില്പി ഇവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം. ഇവിടെ എത്തിച്ചേർന്ന്
എന്നതാണ് ഇതുവരെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെ നല്ല നല്ല പരിപാടികൾ ആസൂത്രണം ചെയ്തത്. ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ്. ശേഷം ബംഗാളി കോലുകളി സംഘത്തിന്റെ റാഫി ആൻറ്റി അവതരിക്കുന്ന കോലുകളി ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും എല്ലാവരും കാണാൻ സാധിച്ചൊക്കെ വളരെ സന്തോഷമുണ്ട്. ഇവർ വന്നപ്പോഴും ഞാൻ പറഞ്ഞു ഈ മഹരീ ചടങ്ങിന് അവതരിപ്പിക്കുന്നതായി രോഗപ്രതിരോധ ശേഷിക്കും ശരീരം തണുപ്പിക്കുവാനും സാധിക്കുന്ന ഒരു ഉത്തമ പാൻ. ഈ പ്രദേശങ്ങളിൽ നിന്നുകൊണ്ട് ഇതിന്റെ ഓരോ സമയങ്ങളിലും ഇരുമ്പിന്റെയും മാലിന്യ അംശങ്ങളില്ലാതെ തികച്ചും അതിശുചിത്വത്തോടു കൂടി തയ്യാറാക്കിയിട്ടുള്ള ശുദ്ധമായ കരിമ്പിൻ പാനി ഈ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. വരുവിൽ ആക്കാവുന്നതാണ്. കരിമ്പിൻ ജ്യൂസിന്റെ ഗുണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ദാഹം അകറ്റും, എനർജി കിട്ടാൻ മാത്രമല്ല പല രോഗങ്ങൾക്കുമുള്ള പരിഹാരം കൂടിയാണ്. ഔഷധ ഗുണമുള്ള ജ്യൂസ് എന്നും ഇതിനെ വിളിക്കപ്പെടുന്നു. കരളിലെ പ്രവർത്തനം സുഗമമായ കുട്ടികൾക്കും വിശ്വസിച്ച് കുടിക്കാവുന്നതാണ്. കരിമ്പിൻ ജ്യൂസിന്റെ ഗുണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ദാഹം ക്ഷണിക്കുന്നു. അടുത്തതായി സന്തോഷ് പണ്ഡിറ്റ്. അതിലൊക്കെ ഭയങ്കര ഗ്രാമീണരായ കുട്ടികളായിരിക്കും. ചിലർ അവർ ടൂറിന് ഇത് നോക്കിയിട്ട് എങ്ങനെയാണ് നിങ്ങളൊരു ക്രിക്കറ്ററെ വിലയിരുത്തുക? അവിടെ സ്വഭാവം കിട്ടുക. നമ്മളെല്ലാവരും തന്നെ ഇവിടെ ഇതുവരെ ഭരിച്ച വീടായാലും ഒരു വീട് ഇന്നിപ്പോൾ നല്ല നിലയിലാണ് പോകുന്നത്. ഇത് നേരെ തിരിച്ച് ഇന്ത്യ നശിച്ചു പോയി എന്ന് പറഞ്ഞാലും ഞാൻ പറയുന്നു, അതായത് ഒരാളുടെ വിടുമ്പോ നടക്കും. മേടിക്കണം.